വിട്ട് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നപ്പോ നമ്മുടെ സരസിച്ചയുടെ മോന്റെ കല്യാണം അല്ലായിരുന്നു ഇന്നലെ. ആ വീട്ടിലോട്ടൊന്ന് കയറി ഞാൻ ചെന്നപ്പോ പുതുമോടിയായിട്ട് പെണ്ണിരുന്ന് ചായ കുടിക്കുക. എന്നെ കണ്ട ഉടനെ ഞാൻ തിരിച്ച ഇങ്ങനെ പിന്നെ ദേഷ്യം വരുന്നില്ലയോ? എന്തോ പത്രാസുകാരിയാന്നേ. അവിടെ മട്ടും ഭാവവും കണ്ടു കഴിഞ്ഞാൽ പൂലോകത്ത് അവളെ മാത്രമേ ഉള്ളൂ താലി കെട്ടിക്കൊണ്ടുവന്ന് നമ്മളെല്ലാം പച്ചീർക്കിലേക്ക് ഓർത്ത് കൊണ്ടുവന്നാന്ന് തോന്നുന്നു. അങ്ങനെയാണോ? അങ്ങനെ ഒന്നുമില്ലല്ലോ. സത്യജയ് പറഞ്ഞു കൊടുക്കണം, ഞാൻ അയലത്തുകാരിയാ, സൂര്യോദയം വരുന്നതിന് മുന്നേ ഞാൻ അവരുടെ വീട്ടിൽ ചെല്ലും, നുണയും കൊതിയൊക്കെ ഞാൻ പറഞ്ഞു വേണം ഇനി അറിയാൻ. അങ്ങനെ ഒരു ബഹുമാനം എനിക്ക് തരണം. അതില്ല. ചായ കുടിച്ചത് വല്ല കപ്പും സോസും എടുത്തോണ്ടോ ഒറ്റ പോക്ക് എന്ന് ഒരാൾ വീട്ടിലോട്ട് ചെല്ലുമ്പോ ചായ വേണോ കുടിക്കുന്നോ അങ്ങനെ ഒരു മര്യാദ എനിക്ക് വേണ്ട. ഇവര് തന്നാലും പറഞ്ഞോണ്ട് നടക്കും. പക്ഷെ ഞാന് സുമതി ഇന്നലെ വീട്ടിലോട്ട് വന്ന് ഞാൻ ചായ കുടിച്ചോണ്ടിരിക്കുക. സുമതി ചായ വേണോ നിനക്ക്? വേണ്ടാന്ന് അവള് പറഞ്ഞു. 1000 തവണ അവർ പറഞ്ഞു. പക്ഷെ ഞാൻ കൊടുത്തു. ഞാൻ എന്നിട്ട് ഞാൻ പറഞ്ഞോണ്ട് നടന്നില്ല ഞാൻ കുടിച്ചതിന്റെ ബാക്കി ചായ കൊടുത്തേന്ന്. ആ ശീലം എനിക്കില്ല. അതുപോലെ ഇന്ന് രാവിലെ ഞാൻ ദോശ കഴിച്ചോണ്ടിരുന്നപ്പോ സുഹാസിനി ഇങ്ങോട്ട് വന്നു. ഞാൻ പറഞ്ഞു, സുഹാസിനി ദോശ വേണോ? ദോശ കഴിക്ക് നീ. നാമുള്ളവരാണെങ്കിൽ വേണ്ടാന്ന് പറയും. പക്ഷെ ഒറ്റയടിക്ക് അവള് വേണമെന്ന് പറഞ്ഞു. അല്ല ഇങ്ങനെയുള്ള പെണ്ണുങ്ങളുണ്ടോ? ഇങ്ങനെയുള്ള അല്ല ഇങ്ങനത്തെ പെണ്ണുങ്ങളുണ്ടോ? അല്ല ഇങ്ങനത്തെ പെണ്ണുങ്ങളുണ്ടോ? തോട്ടറമ്പിൽ ഒളിച്ചിരിക്കും മാക്കന്ത വളയെ പാട്ടിലാക്കി കൊണ്ടുപോകും നീർക്കൊലി പാമ്പേ. തോട്ടറമ്പിൽ ഒളിച്ചിരിക്കും മാക്കന്ത വളയെ പാട്ടിലാക്കി കൊണ്ടുപോകും നീർക്കൊലി പാമ്പേ. പേക്രവും പേക്രവും മകര് കരഞ്ഞു ഷൂ ഷൂന്നു പാമ്പ് ചീറ്റി. പേക്രവും പേക്രവും മകര് കരഞ്ഞു ഷൂ ഷൂന്നു പാമ്പ് ചീറ്റി. അതേത് പാമ്പ? ഈ പാമ്പല്ല ഭാര്യ. ഷർട്ടും മുണ്ട് കൊടുത്തിറങ്ങി അങ്ങോട്ട് പോവാ. കവല വരെ പോവാടി ശാരികേ. പോണ്ട. പോവാണെ എന്നെയും കൂടെ കൊണ്ടുപോകണം. ഇല്ലെങ്കിൽ നിങ്ങൾ പോകണ്ട. ഞായറാഴ്ച ആകുമ്പോ രാവിലെ കെട്ടിയിരുന്നില്ല അങ്ങ് ഒരു പോക്കുണ്ട്. ഒരു പോക്കങ്ങ് ഇത് ഞായറാഴ്ച തുടച്ചു കളയടി. കൂട്ടുകാരാണ് അവിടുത്തെ കാര്യം പറഞ്ഞിടത്ത് നിന്നെ കൊണ്ടുപോകാൻ പറ്റുമോ? എന്താ കൊണ്ടുപോയാലും കുഴപ്പം എന്തുവാ? ഞങ്ങളാണ് അവിടെ നിന്ന് അതൊക്കെ പറഞ്ഞ സമാശം വേറെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നല്ലേ. നീ കേട്ട് കഴിഞ്ഞാൽ നാണം കേടല്ലേ അത്? അത് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടി പോവുക. അപ്പൊ അറിയാൻ പറ്റാത്ത പിള്ളേർ റാ വരയ്ക്കുന്നവല്ല. ഞാൻ പോവായിരുന്നു. അമ്മാര് ബോറടിക്കൂടി. അതോ അങ്ങനെ പറയാനാ? ഞാനല്ലേ ഇപ്പൊ അനാവശ്യം പറയുന്നേ. മോൻ ഇന്ന് പോയത് തന്നെ മര്യാദക്ക് വിട്ടിരുന്നോണം. മര്യാദക്ക് വിട്ടിരുന്നോണം. അല്ല ഇങ്ങനത്തെ പെണ്ണുങ്ങളുണ്ട്. ഇത് ഞാൻ അകത്ത് ചെന്നപ്പോഴേ നീ ഇവിടെ കിടന്ന് ശബ്ദം ഉണ്ടാക്കുന്ന കേട്ടില്ല. എന്തുവായിരുന്നു? ആരോടായിരുന്നു? ഞാൻ ശബ്ദം ഒന്നും ഉണ്ടാക്കില്ല. ഞാൻ ഇവിടെ അനങ്ങാതെ നിൽക്കുവായിരുന്നു. അനങ്ങാന്ന് ശബ്ദം ഉണ്ടാക്കാൻ നീ എന്തൊരു ട്രാൻസ്ഫോമറോ? അല്ല ഞാൻ സംസാരിച്ചു. ഞാൻ എങ്ങനെ സംസാരിക്കും? സരസ്വതിയുടെ മോൻ ഇന്നലെ കല്യാണം കഴിച്ചോണ്ട് വന്നിട്ടോ ഒരു പെണ്ണിനെ. യോ എന്തൊരു ചാടി, എന്തൊരു പത്രാസ് വാ എന്റെ പൊന്നേ. അയ്യോ ഞാൻ ആ കാര്യം മറന്നു. ഞാൻ കല്യാണത്തിന് പോയില്ല. ഞാൻ ആ പെണ്ണിനെ കണ്ടിട്ട് പോയി. അതെന്നെ സൂക്ഷിച്ചിങ്ങോട്ടൊന്ന് നോക്കിക്കേ. മുഖം, കയ്യേ, കാല് ഇതുപോലൊക്കെ തന്നെ ഉള്ളു. പക്ഷെ ഇത്രയും വരുത്തില്ല. എന്നാലും ഞാൻ ആ പെണ്ണിനെ കാണുന്ന പോലെ നീനെ കാണുന്ന പോലെ എനിക്ക് ആ പെണ്ണിനെ കാണാൻ പറ്റുമോ? അതെന്താ പ്രത്യേകത? എന്തുവാ? അവള് പുതുപ്പെണ്ണല്ലേ? പുതുപ്പെണ്ണ്. നിങ്ങൾ എന്നെ ഇങ്ങോട്ട് കെട്ടിക്കൊണ്ട് വരുമ്പോ ഞാനും